ഇതിനകത്ത് ആദ്യമായിട്ട് ഹിസ്റ്ററിയിൽ നമ്മൾ നോക്കാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ആദ്യത്തെ ആൻഷ്യന്റ് ഇന്ത്യ, പുരാതന ഇന്ത്യയിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ ആദ്യം കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആൻഷ്യന്റ് ഇന്ത്യയിലെ ആദ്യത്തെ ചാപ്റ്റർ വരുന്നത് ദ ഹാരപ്പൻ സിവിലൈസേഷൻ, അതായത് ഹാരപ്പൻ സംസ്കാരത്തെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഹാരപ്പൻ സംസ്കാരത്തെ നിങ്ങൾ പലപ്പോഴും നിങ്ങൾക്ക് എക്സാം എഴുതുന്ന സമയത്ത് ഹാരപ്പൻ സിവിലൈസേഷൻ എന്നായിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാമിൽ വരിക. ചിലപ്പോൾ നിങ്ങളോട് ഇൻഡസ് വാലി സിവിലൈസേഷൻ, അല്ലെങ്കിൽ ഹാരപ്പൻ സിവിലൈസേഷൻ, അല്ലെങ്കിൽ സൈന്ധവ നാഗരികത, സിന്ധു നദീതട സംസ്കാരം, ഹാരപ്പൻ സിവിലൈസേഷൻ, ഇങ്ങനെ വ്യത്യസ്ത പേരുകൾ നമുക്ക് ക്വസ്റ്റ്യനിൽ വരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാതെ ആയി പോകരുത്. അപ്പോൾ ഹാരപ്പൻ സിവിലൈസേഷൻ ആണ് നമ്മൾ സൈന്ധവ നാഗരികത എന്നും സിന്ധു നദീതട സംസ്കാരം എന്നും നമ്മൾ പറയുന്നത്. അതെങ്ങനെയാണ് ഹാരപ്പൻ സംസ്കാരം, എന്തുകൊണ്ടാണ് ഹാരപ്പൻ സംസ്കാരത്തെ ഹാരപ്പൻ സംസ്കാരം എന്ന പേരിൽ വിശേഷിപ്പിക്കുന്നത്? ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഹാരപ്പ എന്ന് പറയുന്ന കേന്ദ്രമാണ് നമ്മൾ കണ്ടെടുക്കപ്പെട്ടുള്ള, അതായത് നമ്മൾ എവിടുന്നാ ഇത് കണ്ടെടുക്കുന്നത്? ഭൂമിക്കടിയിലേക്ക് ഗവേഷണം നടത്തി, ഉത്ഖനനങ്ങൾ നടത്തി കുഴിച്ച് പുരാവസ്തു ഗവേഷകർ എന്ത് ചെയ്യാണ്? ഒരു കാലഘട്ടത്തെ, മൺമറഞ്ഞു പോയൊരു സംസ്കാരത്തെ വീണ്ടും പുനർനിർമ്മിക്കുകയാണ്, അല്ലേ? അപ്പോൾ ആ ആളുകള് ആദ്യമായിട്ട് കണ്ടെടുത്ത സ്ഥലം എന്ന് പറയുന്നത് ഹാരപ്പ എന്ന് പറയുന്ന സ്ഥലമായിരുന്നു. ഈ സൈന്ധവ നാഗരികതയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർ കണ്ടെടുത്ത ആദ്യത്തെ സ്ഥലം ഹാരപ്പ ആയതുകൊണ്ട് ഹാരപ്പൻ സംസ്കാരത്തെ അങ്ങനെ വിളിക്കുന്നു. അതായത് ഹാരപ്പയിലെ രവി നദിക്കരയിലാണ് ഹാരപ്പൻ സംസ്കാരത്തെ ആദ്യമായിട്ട് കണ്ടെടുക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് സിന്ധു നദീതട സംസ്കാരം അല്ലെങ്കിൽ സൈന്ധവ നാഗരികത എന്ന് പേര് വരാൻ കാരണം? സിന്ധു നദിയുടെ തീരത്തിന് ചുറ്റിപ്പറ്റിയിട്ടാണ് നമ്മുടെ ഈ ഹാരപ്പൻ സംസ്കാരം വളർന്നു വന്നത്. പണ്ട് കാലഘട്ടത്തിലെ ഏത് മനുഷ്യരാശിയും സംസ്കാരവും വളർന്നു വന്നിട്ടുള്ളത് നദികളെ ചുറ്റിപ്പറ്റിയായിരിക്കും. അതെന്തുകൊണ്ടാണ് അങ്ങനെ? അവരെ സംബന്ധിച്ചിടത്തോളം വേറെ നദിയില്ലെങ്കിൽ കുഴൽക്കിണർ കുഴിച്ചിട്ട് വെള്ളം കിട്ടുന്ന സിസ്റ്റമോ ഒന്നും അവർക്ക് അറിയില്ല. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുളിക്കാൻ, അവരുടെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക്, അവരുടെ കൃഷിക്ക് വെള്ളത്തിന്, അവർ ഇണക്കി വളർത്തുന്ന മൃഗങ്ങൾക്ക് വെള്ളം ആവശ്യത്തിന്, ഇതൊക്കെ കിട്ടുന്നത് എവിടെയാണ്? നദിയുടെ തീരങ്ങളിലാണ്. പിന്നെ അത് മാത്രമല്ല, നദിയുടെ തീരങ്ങളിൽ എന്തായിരിക്കും നമുക്കറിയാം അല്ലെ? എക്കൽ മണ്ണ്. എല്ലാ പ്രാവശ്യവും മഴയൊക്കെ വന്ന് ഇങ്ങനെ അടിഞ്ഞ് നദീൻ്റെ ഉള്ളിലുള്ള മണ്ണ് വന്നടിഞ്ഞ് തീരത്ത് നിൽക്കും. അപ്പോൾ ഏറ്റവും ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണ് എവിടെ കിട്ടും? നദീതീരങ്ങളിൽ കിട്ടും. അപ്പോൾ ഇവരുടെ കാർഷിക വിളകൾ, ഇവർ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്താവും? അത് വളരെ സമ്പൽ സമൃദ്ധമായിട്ടുള്ള ഒരു രീതിയിലേക്ക് മാറും. അപ്പോൾ അതുകൊണ്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്? നദീ തടങ്ങൾ തന്നെ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ അല്ലെങ്കിൽ ഹാരപ്പൻ സംസ്കാരം എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കണം? ഇത് ഹാരപ്പൻ സംസ്കാരമാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ഏത് കാലം മുതൽ ഏത് കാലം വരെയാണ് ഹാരപ്പൻ സംസ്കാരം ഉണ്ടാവുന്നത്? അത് നമുക്ക് ചർച്ച ചെയ്യുന്നതിന് മുൻപേ ഞാൻ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അതായത് നമ്മുടെ ഭൂമിക്കുള്ളിൽ എന്താണ്? നമ്മൾ ഭൂമിയിൽ എവിടെയാണ് നമ്മൾ സ്ഥിതി ചെയ്യുന്നത്? മനുഷ്യർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഭൂമിയുടെ ഉള്ളിലാണോ ഭൂമിയുടെ പുറത്താണോ? ഭൂമിയുടെ പുറത്താണ് അല്ലേ? ആർക്കും സംശയമില്ലല്ലോ, ഭൂമിയുടെ പുറത്ത്. അപ്പൊ എന്താണ് ഭൂമിക്കുള്ളിൽ? ഭൂമിയുടെ ഉൾവശത്ത് എന്താണ്? അവിടെയാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കാത്ത തരത്തിലുള്ള, നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവില്ല. നമ്മൾ ഭൂമിക്കടിയിലേക്ക് കുഴിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കുഴൽക്കിണറൊക്കെ നമ്മൾ ഭൂമിയുടെ അടിയിൽ, ഭൂമിയുടെ ഉരുണ്ടിരിക്കുന്ന ഭൂമിയുടെ പുറത്താണ് നമ്മൾ സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ നമ്മൾ ചവിട്ടി നിൽക്കുന്ന മണ്ണാണ് ഭൂമിക്കുൾവശം. നമ്മൾ നിലത്ത് ചവിട്ടി നിൽക്കുന്ന മണ്ണിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ചവിട്ടി നിൽക്കുന്നതാണ് ഭൂമിയുടെ ഉൾവശം എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിൾ ആയിട്ട് അത് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഈ ഭൂമിക്കടിയിലേക്ക് നമ്മൾ കുഴിക്കുമ്പോഴാണ് മുന്നേ ഉണ്ടായിരുന്ന പല സംഭവങ്ങളും ഭൂമിക്കടിയിൽ നമ്മൾ കണ്ടെടുക്കുന്നത്. ഇപ്പൊ ഭൂമിയിൽ ഇങ്ങനെ മണ്ണ് വന്നടിയും ഇല്ലേ? നമ്മുടെ ചൂരൽമലയിൽ ഉണ്ടായ പിന്നെ ഉരുൾപൊട്ടൽ നമുക്ക് എല്ലാവർക്കും അറിയാം. അതെങ്ങനെയാണ്? ഒരു സംസ്കാരം മുഴുവൻ, ഒരു വീട് മുഴുവൻ അതിൻ്റെ ഉള്ളിലായി പോയില്ലേ? ഇങ്ങനെ പല പ്രവർത്തനങ്ങളാൽ മുന്നുണ്ടായിരുന്ന സംസ്കാരങ്ങളൊക്കെ പല കാരണങ്ങളാലും നശിച്ചു പോവുകയും അതിനുള്ളിൽ നിന്ന് പിന്നീട് നമ്മൾ എന്ത് ചെയ്യാണ്? അത് കുഴിച്ചെടുക്കണം. അപ്പൊ ഏറ്റവും ആഴത്തിൽ കുഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ആദ്യം ഉണ്ടാകുന്ന സംസ്കാരമാണ് നമ്മൾ കണ്ടെടുക്കുക അല്ലേ? അപ്പൊ അതിന് ഏറ്റവും അടിയിലുള്ള തൊട്ടുമേലുള്ള സംസ്കാരം, അത് കഴിഞ്ഞിട്ടുള്ള സംസ്കാരമായിരിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഹാരപ്പൻ സംസ്കാരം ഏത് കാലഘട്ടം മുതൽ ഏത് കാലഘട്ടം വരെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് പ്രധാനമായിട്ടും 3 ഘട്ടങ്ങളാക്കിയിട്ട് തരംതിരിക്കാം. നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ? 3 ഘട്ടങ്ങളാക്കിയിട്ട് നമുക്ക് ഹാരപ്പൻ സംസ്കാരത്തിന്റെ കാലഘട്ടത്തെ തരംതിരിക്കാം. ഒന്നാമത്തത് ആദ്യ കാലഘട്ടം. ആദ്യ കാലഘട്ടം വരുന്നത് 2600 BC മുതൽ. രണ്ടാമത്തത് നെക്സ്റ്റ് നമ്മൾ പറയുന്നത് പക്വതയാർന്ന കാലഘട്ടം. അതായത് ഹാരപ്പൻ സംസ്കാരം വളർന്ന് പന്തലിച്ച് വികസിച്ച് നല്ല പാരമ്യതയിലെത്തിയിരിക്കുന്ന സമയമാണ് നമ്മൾ ഈ പക്വതയാർന്ന കാലഘട്ടം എന്ന് നമ്മൾ പറയുന്നത്. പക്വതയാർന്ന കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2600 BC മുതൽ 1900 BC വരെയുള്ള കാലഘട്ടം.
മൂന്നാമത്തെ കാലഘട്ടമാണ് നമ്മൾ അവസാന കാലഘട്ടം അല്ലെ അന്ത്യ കാലഘട്ടം എന്ന് പറയുന്നത്. അതായത് ഹാരപ്പൻ സംസ്കാരം നശിച്ച കാലഘട്ടമാണ്, ഇല്ലാതായിപ്പോയ കാലഘട്ടമാണ് നമ്മൾ അവസാന കാലഘട്ടത്തിൽ പറയുന്നത്. 1900 ശേഷമുള്ള കാലഘട്ടമാണ്. അപ്പൊ ഒറ്റ കാര്യങ്ങൾ ആലോചിക്കാം. ഈ 2 വർഷം മാത്രം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇതിനെ 3ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു പ്രയാസം ഉണ്ടാവില്ല. അപ്പോൾ ഹാരപ്പൻ സംസ്കാരത്തില് ഹാരപ്പ നമ്മൾ കണ്ടെടുത്ത ഒരു പ്രധാന കേന്ദ്രമാണ് അല്ലെ. അതേപോലെ തന്നെ വേറെ കുറെ കേന്ദ്രങ്ങളും കൂടി കണ്ടെത്തിയിട്ടുണ്ട്. മോഹൻജദാരോ, രൂപാർ, ലോത്തൽ, കാളിബംഗൻ, ഇതൊക്കെ നമ്മൾ കണ്ടെത്തിയ ഹാരപ്പൻ സൈറ്റുകളാണ് കേട്ടോ. അപ്പൊ ഇവിടുത്തെ കാര്യങ്ങൾ നമ്മൾ ഈ ചാപ്റ്ററിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയായിരുന്നു ഹാരപ്പൻ ജനത നടത്തിയ സാമ്പത്തിക പ്രവർത്തനങ്ങൾ? നമ്മൾ ഇന്നത്തെ പോലെ തന്നെ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപാണെങ്കിലും, ഒരുപാട് വർഷങ്ങൾക്ക്, എത്രയോ വർഷങ്ങൾ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനേക്കാൾ വർഷങ്ങൾ മേലെയാണെങ്കിലും ഇവർ നടത്തിയ പ്രവർത്തനങ്ങൾ നമ്മൾ ഇന്നത്തെ പോലെ തന്നെ കൃഷി ഇവർ നടത്തിയിട്ടുണ്ടായിരുന്നു. കരകൗശല വസ്തുക്കളുടെ നിർമ്മാണം. എന്താണ് കരകൗശല വസ്തുക്കളുടെ നിർമ്മാണം? നമ്മുടെ ആഡംബര വസ്തുക്കൾ, പിന്നെ നമ്മുടെ ശില്പങ്ങൾ നിർമ്മിക്കുന്നു, കൗതുക വസ്തുക്കൾ നിർമ്മിക്കുന്നു, മരം കൊണ്ട് പല അലങ്കാര വസ്തുക്കൾ നിർമ്മിക്കുന്നു, പിന്നെ അതേപോലെ നമ്മുടെ ചവിട്ടി നിർമ്മിക്കുന്നു, വസ്ത്രങ്ങൾ നിർമ്മിക്കുന്നു. ഇതൊക്കെയാണ് നമ്മുടെ കരകൗശല പ്രവർത്തനങ്ങളിൽ വരുന്നത്. പക്ഷെ അത് ഇന്നത്തെ സിസ്റ്റത്തിലൊന്നും ആയിരിക്കില്ല. അവര് ഒരു 2 വർഷം ചിലപ്പം കൈത്തുന്നി എടുക്കുന്നത് ഒരു പാൻറ്റും ഒരു കുപ്പായവും എന്നുള്ള തരത്തിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഇവരാദ്യം നടത്തിയിട്ടുണ്ടായിരുന്നത് കൃഷി. ഇവർക്ക് കൃഷിയെ കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ഒരു അറിവ് കിട്ടിയിട്ടുണ്ടെന്നാണ് നമുക്ക് ഇവരുടെ പ്രവർത്തനങ്ങളിലൂടെയൊക്കെ നമ്മൾ കുഴിച്ചെടുക്കുമ്പോൾ കാണുന്ന പല സംഭവങ്ങളും കണ്ടപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇവർ ഇത്രയും വ്യക്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് കൃഷിയിൽ നിന്ന് കിട്ടിയിട്ടുള്ളവരാണ്. അതായത് സാധാരണ ഇവർ എന്ത് ചെയ്യാണ്, ഇവർ സിന്ധു നദിയുടെ തീരങ്ങളിൽ വന്ന് താമസിക്കുന്നു. ഇവർ സ്വാഭാവികമായിട്ട് ഇവരൊരു വിത്തിട്ട് അത് മുളച്ചു പൊന്തുന്ന കാണുന്നു. കുറച്ചു കാലം കഴിയുമ്പോൾ വെള്ളമൊക്കെ കയറി അത് നശിച്ചു പോകുന്നു. അപ്പോൾ ആളുകൾ വിചാരിക്കും ഇങ്ങനെയല്ല നമ്മൾ കൃഷി ചെയ്യേണ്ടത്, വേറൊരു സ്ഥലത്ത് കൃഷി ചെയ്യണം, ഈ വെള്ളം നമ്മുടെ വയലുകളിലേക്ക്, നമ്മുടെ കൃഷിയിടങ്ങളിലേക്ക് എത്തിക്കുകയും വേണം എന്നുള്ള ടെക്നിക്ക് പരമായിട്ടുള്ള കാര്യങ്ങൾ അവർ ചിന്തിക്കാൻ തുടങ്ങി. അവർ എഴുതിയത് എന്താണോ, അവരുടെ ഭാഷ എന്താണെന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ ഇവരിങ്ങനെയൊക്കെ ചെയ്തതിന്റെ തെളിവുകൾ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു കാര്യത്തൊക്കെ ഇങ്ങനെയായിരിക്കാം, അവരിങ്ങനെയായിരിക്കും, ഈ ഒരു കൃഷിയൊക്കെ അവരിങ്ങനെ ചിന്തിച്ചുകൊണ്ടായിരിക്കും ഇവർ ചെയ്തിട്ടുണ്ടാവുക എന്നുള്ള രീതിയിലേക്ക് നമ്മൾ അനുമാനിക്കുന്നത്. അപ്പൊ ഹാരപ്പൻ ജനതയ്ക്ക് കൃഷിയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള അറിവുകൾ ഉണ്ട് നമ്മൾ പറഞ്ഞു. അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലായേ? പലയിടങ്ങളിൽ നമ്മൾ കുഴിച്ചു നോക്കിയപ്പോൾ പലയിടങ്ങളിലും ബാർലി, നെല്ല്, തിന തുടങ്ങിയിട്ടുള്ള കൃഷി അവർ ചെയ്തതിൻ്റെ തെളിവുകൾ, അവശിഷ്ടങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അത് കൂടാതെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അതാണ്, കനാലുകളുടെ അവശിഷ്ടങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കനാൽ എന്താ? നമ്മുടെ കൃഷിയിടങ്ങളിലേക്ക് വെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ടാണ് കനാലുകൾ നിർമ്മിക്കുന്നത് അല്ലേ. ഇങ്ങനെ ഒരു കൈവഴി ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടത്തേക്ക് വെള്ളം എത്തുന്നുള്ള ചിന്ത എവിടെ നിന്ന് ഉണ്ടായതാണ്? ഹാരപ്പൻ ജനത മുതൽ ഉണ്ടായതാണെന്നുള്ളത് കാര്യം നമ്മൾ തിരിച്ചറിയാം. പിന്നെ അത് കൂടാതെ ഇവർക്ക് ജലസംഭരണി കണ്ടെത്തിയിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ നിന്നും ജലസംഭരണി കണ്ടെത്തിയിട്ടുണ്ട്. അത് കൂടാതെ ഇവർ ഇടവേളകളിൽ കൃഷി ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഓരോ കൃഷിക്കും എന്തുണ്ട്, നമ്മൾ ഒരു വിളവെടുപ്പ് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചു കാലം തരിശു ഭൂമിയാക്കി ഇടൂ അല്ലേ. ഇത്തരത്തില് കൃഷി ഇവർ കൃത്യമായിട്ടുള്ള ഇടവേള കൊടുത്തു ചെയ്തിട്ടുണ്ട് എന്നാണ് നമ്മൾക്ക് അവിടെ നിന്നുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൂടാതെ ഇവർക്ക് ഒരുപാട്, അതായത് പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ നിങ്ങൾക്കറിയാം നിലമൊക്കെ പൂട്ടാൻ ട്രാക്ടർ കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവർ അന്ന് കാലഘട്ടത്തിൽ, നിങ്ങളും ഞാനൊക്കെ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ടാവും, കാള കലപ്പ ഉപയോഗിച്ചിട്ട് നിലം ഉഴുതുന്നത് അല്ലേ. ആ ഒരു സംഭവം എവിടെയാണ് തുടങ്ങിയത്? നമ്മുടെ ഹാരപ്പൻ സംസ്കാരത്തിൽ തുടങ്ങിയതാണ്. അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലായേ? ഇവർ പണ്ട് വയലുകളിലൊക്കെ കാളേനൊക്കെ വെച്ചിട്ട് ഉഴുത നിലത്തായിരുന്നു ഒരു കൃഷി ചെയ്ത്. നമുക്ക് എങ്ങനെയാണ് മനസ്സിലായേ? ഇവർ ടെറാക്കോട്ട മോഡലുകൾ എന്ന് പറയുന്ന കുറേ മാതൃകകൾ ഇവരുണ്ടാക്കി, മരം കൊണ്ടും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ടെറാക്കോട്ട മോഡലുകൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കാളവണ്ടി, ആ കാളവണ്ടിയിൽ കുറച്ച് കാളകൾ കലപ്പ വലിക്കുന്ന ഒരു രൂപം അവർ കൊത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ കാണുന്നതല്ലാതെ അവർ ഉണ്ടാക്കില്ലല്ലോ. അതൊക്കെ നമുക്ക് കുഴിച്ചെടുക്കുന്ന സമയത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലായി അവർക്ക് കൃത്യമായിട്ട് ഉഴവ് ചാലുകൾ അല്ലെ ഉഴുതുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കൂടാതെ അവര് പല ചിത്രീകരണം, നമ്മുടെ ചുമരുകളിലും മറ്റൊക്കെ വരച്ച പാറകളിലൊക്കെ വരച്ച ചിത്രങ്ങളിലൂടെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അവർ കാളകളെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു നിലമുഴുതാൻ വേണ്ടിയിട്ട് മനസ്സിലാവുന്നുണ്ട്. അതുകൂടാതെ കാളിബംഗനിൽ നിന്നാണ് നമ്മുടെ ഈ ഒരു ഉഴുത നിലത്തിന്റെ അവശിഷ്ടങ്ങൾ നമ്മൾ കണ്ടെടുത്തത്. എവിടെയാണ്? കാളിബംഗൻ. 1 വേർഡ് വരും. 1 വേർഡ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എവിടെയാണ് നിങ്ങളുടെ ഉഴുത നിലത്തിന്റെ തെളിവുകൾ ഹാരപ്പൻ സംസ്കാരത്തിൽ ലഭിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കണം കാളിബംഗനിൽ നിന്നാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതുകൂടാതെ
നമുക്ക് ടെറാക്കോട്ട മോഡലുകൾ ഒരുപാട് സ്ഥലത്ത് നിന്ന് നമുക്ക് ടെറാക്കോട്ട ബനവാലിയിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്. ബനവാലി ഇന്നത്തെ ഹരിയാനയിലാണ് നമ്മുടെ ബനവാലി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ മാപ്പിൽ നമ്മൾ എവിടെ അടയാളപ്പെടുത്തേണ്ടത്? ഇന്നത്തെ ഹരിയാനയിൽ. ഓക്കെ, അപ്പോൾ ഈ ബനവാലി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ടെറാക്കോട്ട മോഡലുകൾ കിട്ടിയിട്ടുണ്ട്. അതുകൂടാതെ ചോളിസ്ഥാനിലൊക്കെ നിന്നിട്ട് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ടെറാക്കോട്ട മോഡലുകളുടെ അവശിഷ്ടങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ കനാലുകളുടെ അവശിഷ്ടങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അല്ലേ, നമ്മളെ നമ്മുടെ കൃഷിയിടങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്ന കനാൽ സൗകര്യം, എത്ര ദൂരെയാണെങ്കിലും കനാൽ സിസ്റ്റം ഇന്നും ഉണ്ടല്ലേ കനാല്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ എവിടുന്ന് നമ്മൾ കടമെടുത്തതാണ്? നമ്മുടെ എത്രയോ മുൻപേ ജനിച്ച പൂർവികരുടെ കയ്യിൽ നിന്ന് നമ്മൾ കടമെടുത്തതാണ്. അപ്പോൾ അഫ്ഗാനിസ്ഥാൻ ഷോർട്ട് ഗൈ എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ കനാലുകളുടെ അവശിഷ്ടങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അതേപോലെ ഗുജറാത്തിലെ ധോളാവിര എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ ഏറ്റവും പഴക്കമേറിയ ജലസംഭരണി കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവർ ജലം സംരക്ഷിച്ചു വെക്കാറുണ്ടായിരുന്നു, ഇവർ കനാലുകളിലേക്ക് എത്താറുണ്ടായിരുന്നു, കനാലുകളിൽ നിന്ന് വെള്ളം കൃഷിയിടങ്ങളിലേക്ക് എത്തിക്കാറുണ്ടായിരുന്നു, ഇവർ ഇടവിട്ട് കൃഷി ചെയ്യാറുണ്ടായിരുന്നു, കൃഷിയിൽ ഇവർ കാളകളെ ഉപയോഗിച്ച് നിലം ഉഴുതിട്ടുണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ ഇവർ കൃത്യമായിട്ട് നെല്ല്, പിന്നെ ബാർലി തുടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവർ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത്തരം തെളിവുകളിലൂടെയാണ്. അപ്പോൾ ഹാരപ്പൻ സംസ്കാരത്തിലെ സാമ്പത്തിക പ്രവർത്തനത്തിൽ ആദ്യത്തേത് കാർഷിക മേഖല അല്ലെങ്കിൽ കൃഷിയെക്കുറിച്ച് നമുക്ക് വ്യക്തമായല്ലോ. ഇവർക്ക് എവിടെ നിന്നൊക്കെയാണ് തെളിവുകൾ കിട്ടിയെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് കരകൗശല മേഖല. ഇവര് പണം സമ്പാദിച്ച മറ്റൊരു മേഖല എന്ന് പറയുന്നത് കരകൗശല പ്രവർത്തനങ്ങളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വരും. അതായത് ആഭരണ നിർമ്മാണം, വസ്ത്രനിർമ്മാണം, പിന്നെ കൂടാതെ കല്ല് കൊണ്ടുള്ള ഉപകരണങ്ങൾ. ഇവർക്ക് പ്രധാനമായിട്ട് അന്ന് സ്വർണത്തിന്റെയോ അല്ലെങ്കിൽ ഈ മുത്തുകളുടെയോ വൈരങ്ങളുടെയോ ഒന്നും വില അവർക്ക് അറിയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം സുലഭമായിട്ട് ലഭിക്കുന്നുണ്ട്, സ്വർണമൊക്കെ സുലഭമായിട്ട് ലഭിക്കുന്നുണ്ട്, ലോഹങ്ങളൊക്കെ ഇവർക്ക് കുറേയൊക്കെ ലഭിക്കുന്നുണ്ട്. പക്ഷെ ഇവർക്ക് അറിയില്ല ഇതെന്താണ് സാധനം, നിർമ്മിക്കേണ്ട സാധനമാണെന്ന് ഇവർക്ക് അറിയില്ല. ഈ സ്വർണം എങ്ങനെ വേർതിരിച്ചെടുക്കണം എന്നുള്ള സംഭവങ്ങൾ ഇവർക്ക് അറിയില്ല. ഇത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി കഴിയുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ കൃത്യമായിട്ട് വെങ്കലങ്ങളൊക്കെ വികസിപ്പിച്ചെടുക്കുന്നുണ്ട്, അത് വേറെ. അപ്പോൾ ഇവര് കല്ലുകൾ കൊണ്ട് പല ഉപകരണങ്ങളും ഇവർ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. അതായത് കരകൗശല വസ്തുക്കളുടെ നിർമ്മാണ കേന്ദ്രം ആയിട്ട് അറിയപ്പെടുന്നത് ചാൻഹുദാരോ എന്ന് പറയുന്ന ഹാരപ്പയിലെ ഒരു കേന്ദ്രമായിരുന്നു. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ കരകൗശല വസ്തുക്കൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഒരു കേന്ദ്രം ഉണ്ടായിരുന്നു. ആ കേന്ദ്രത്തിന്റെ പേരാണ് ചാൻഹുദാരോ. മറന്നു പോകാൻ പാടില്ല. കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്ന നിർമ്മാണ കേന്ദ്രത്തിന്റെ പേരായിരുന്നു ചാൻഹുദാരോ എന്ന് പറയുന്നത്. അപ്പൊ ഇവര് കല്ലുകൊണ്ടാണ് ഒരുപാട് ഭംഗിയുള്ള ഉപകരണങ്ങൾ ഇവർ ഉണ്ടാക്കിയിരുന്നത്. കല്ല് ഉപയോഗിച്ചിട്ടായിരുന്നു ഇവർ കത്തി, പിന്നെ അല്ലെങ്കിൽ മാലകള്, അതുപോലെ അസ്ഥികൂടങ്ങളൊക്കെ ഉപയോഗിച്ച് ഇവർ മാലയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇവർ ചെയ്തത് കല്ലുകൾ കൊണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ ജപമാലകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ അല്ലെ, നമ്മൾ ഇന്നും നമുക്ക് കഴുത്തിലൊക്കെ ഇടുന്ന ജപമാലകൾ, കയ്യിൽ പിന്നെ ജപിക്കാൻ ഉപയോഗിക്കുന്ന മാലകൾ, ഇതൊക്കെ അവർ കല്ലുകൊണ്ടൊക്കെ അന്നത്തെ കാലഘട്ടത്തിൽ മുത്തുകൾ കൊണ്ടും കല്ലുകൾ കൊണ്ടും ഇവർ നിർമ്മിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തൂക്കക്കട്ടികള്, ലോഹം കൊണ്ടുള്ള തൂക്കക്കട്ടികള്, സീലുകളൊക്കെ നമ്മൾ എന്തിനാ ഉപയോഗിക്കുക? സീലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ ഒരു സ്ഥാപനം അല്ലെ, ഒരു സ്ഥാപനത്തിൽ ഒരു സീൽ ഉണ്ടാവും. എന്തിനാ? ഇത് ഇന്ന സ്ഥാപനത്തിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു രേഖയാണ് സീൽ എന്ന് പറയുന്നത് അല്ലെ. ഓരോ സ്ഥാപനത്തിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു അച്ചാണ് സീൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ സീൽ അന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് നമ്മൾ കണ്ടെടുത്തിട്ടുണ്ട്. അപ്പൊ അതിൻ്റെയൊക്കെ ബാക്കി ഞാൻ നെക്സ്റ്റ് പറയുന്നുണ്ട്. പിന്നെ അതേപോലെ ലോഹങ്ങളായിട്ടുള്ള കോപ്പർ, ചെമ്പ്, വെങ്കലം, സ്വർണം എന്നിവയൊക്കെ ഉപയോഗിച്ച് ഇവര് മാലകളും മറ്റുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇവർക്ക് സ്വർണത്തിന്റെ വിലയോ കാര്യങ്ങളോ ഇതിന്റെ മഹത്വങ്ങളോ കാര്യങ്ങളോ ഒന്നും അന്നത്തെ പാവങ്ങൾക്ക് അറിയുണ്ടായിരുന്നില്ല. പിന്നെ ത്രിതല രൂപത്തിലുള്ള ജപമാലകൾ ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് നിങ്ങൾക്കറിയാം 3D ഇമേജ് എന്ന് പറയുന്നത്തെ കാലഘട്ടത്തിലെ ഒന്ന് ആലോചിച്ച് നോക്കണേ. ത്രിതല രൂപത്തിലുള്ള പിന്നെ ജപമാലകളൊക്കെ ഇവർ അന്നത്തെ കാലഘട്ടത്തിൽ പിന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനൊക്കെ ഭയങ്കര ഡിമാൻഡും ആയിരുന്നു, വിറ്റഴിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കൂടാതെ സ്വർണ്ണമാലകള്, നാണയങ്ങള്, വെള്ളിപ്പാത്രങ്ങള് തുടങ്ങിയവയൊക്കെ ഇവരെന്ത് ചെയ്തിട്ടുണ്ട്, ഇവര് നിർമ്മിച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്താണ്, ഹാരപ്പൻ സംസ്കാരത്തിന്റെ കേന്ദ്രമായിട്ടുള്ള മോഹൻജദാരോ എന്ന് പറയുന്ന കേന്ദ്രത്തിൽ നിന്ന് നമ്മൾ കണ്ടെടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ കാർണേലിയൻ എന്ന് പറയുന്ന ചുവന്ന മാണിക്യം, അന്നത്തെ കാലഘട്ടത്തിൽ ഇവർ നിർമ്മിക്കാൻ ഉപയോഗിച്ച ചുവന്ന മാണിക്യം ഉപയോഗിച്ച് ഇവർ ഒരുപാട് പിന്നെ അലങ്കാര വസ്തുക്കളും ആർഭാട വസ്തുക്കളൊക്കെ ഇവർ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇവർക്ക് അറിയാവുന്ന രീതിയിൽ. അപ്പോൾ ഹാരപ്പൻ ജനതയുടെ കരകൗശല പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കച്ചവടമാണ്. ഹാരപ്പൻ ജനത കച്ചവടം ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ പല തരത്തിലുള്ള ചെമ്പും കാര്യങ്ങളൊക്കെ ഇവർ പല സ്ഥലത്തേക്കും, അതായത്
നമ്മുടെ ഒമാനിൽ നിന്ന് വരെ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഹാരപ്പൻ ജനതയെ ഉപയോഗിച്ചിരുന്ന ചെമ്പിന്റെ അംശം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ചൊക്കെ എങ്ങനെയായിരിക്കും അവർ ഒമാനിൽ വരെ അവർ കച്ചവടം ചെയ്തിട്ടുണ്ടാവുക? അതൊക്കെ നമുക്ക് തന്നെ കൃത്യമായിട്ട് അറിയില്ല. കാരണം ബോട്ട് പിന്നെ അതുപോലെ തോണി ഇതൊന്നും ഉള്ള കാലഘട്ടമാണോ അതൊന്നും പോലും നമുക്ക് ഉറപ്പില്ല. ആളുകൾ നടന്നു കൊണ്ടുപോയതായിരിക്കോ, ഇനിയിപ്പോൾ വണ്ടിയിൽ കൊണ്ടുപോയതായിരിക്കോ, അല്ലെങ്കിൽ കാളകളെ വെച്ചിട്ട് ഒമാൻ വരെ പോയതായിരിക്കോ, നമുക്ക് വ്യക്തമല്ല. പല അനുമാനങ്ങളും നടക്കുന്നുണ്ട്. പിന്നെ കടൽ മാർഗം പോയതായിരിക്കും എന്നുള്ള അനുമാനങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹാരപ്പൻ ജനതയ്ക്ക് ചെമ്പ് ലഭിച്ചിരുന്നത് രാജസ്ഥാനിൽ നിന്നായിരുന്നു. അപ്പോൾ രാജസ്ഥാനിൽ നിന്നുള്ള ചെമ്പ് ഹാരപ്പൻ മറ്റു ഭാഗങ്ങളിലേക്കൊക്കെ എത്തിക്കുന്നുണ്ട്. അത് തന്നെ ഒരു കച്ചവടമാണ് അല്ലേ. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നുള്ള വസ്തുക്കൾ ഒമാനിലേക്ക് അടക്കം കയറ്റുമതി ചെയ്യുന്നതിന് നമുക്ക് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ കച്ചവടവും വളരെ നല്ലൊരു രീതിയിൽ നടന്നിട്ടുണ്ടായിരുന്നു. അതിലും ഇവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പണം സമ്പാദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് മനസ്സിലാക്കാം. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഹാരപ്പൻ സംസ്കാരത്തിലെ മുദ്രകൾ. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലേ. അത് നിങ്ങൾ എടുത്തു പറയേണ്ടതുണ്ട്. ഹാരപ്പൻ മുദ്രകൾ എന്ന് പറഞ്ഞാൽ 2 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ വരാം. ഹാരപ്പൻ മുദ്രകൾ എന്താ? നമ്മൾ ഇവിടുന്ന് കയറ്റി അഴുക്കുന്ന പല വസ്തുക്കളും ദൂരെ ചെല്ലും. വലിയൊരു പെട്ടി, ആ പെട്ടിയിൽ ഇവർ എന്ത് ചെയ്യുക? നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കുക. അങ്ങനെയൊക്കെ ആയിരിക്കും. ഇവർ ചിലപ്പോൾ ഇരുമ്പോ അല്ലെ ചെമ്പോ അങ്ങാണ്ട് ഉരുക്കി അതിൻ്റെ ലോക്കിൻ്റെ വശത്ത് ഇരുമ്പോ ചെമ്പങ്ങാണ്ട് ഒരുക്കി ഒഴിച്ചിട്ട് ഒരു മുദ്ര അവിടെ സീൽ ചെയ്യുന്നു. ആ മുദ്രയ്ക്ക് തകരാറൊന്നും പറ്റാതെ അത് എത്തിക്കുന്നിടത്തേക്ക്, അതായത് ഇപ്പോൾ ഒമാനിലേക്കാണെങ്കിൽ ഒമാൻ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാക്കാം ഇത് കേടുപാടൊന്നും കൂടിയിട്ടില്ല അല്ലെ, ആരും ഓപ്പൺ ഒന്നും ചെയ്തിട്ടില്ല, പിന്നെ ഇത് ഇന്നയാളാണ് കൊടുത്തയച്ചതെന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒരുപാട് മുദ്രകൾ ആ കാലഘട്ടത്തിൽ നമുക്ക് ഹാരപ്പൻ സംസ്കാരത്തിന്റെ പല ഭാഗത്തും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഹാരപ്പൻ ജനത എന്ത് ചെയ്തിട്ടുണ്ട്? തൂക്കക്കട്ടികൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. തൂക്കക്കട്ടികൾ എന്ന് പറഞ്ഞാൽ എന്താ? അളവ് കട്ടകൾ അല്ലെ. അളവ് തൂക്കുന്ന, അതായത് ഇപ്പോൾ ഒരാള് 1 കിലോ അരി മേടിക്കുന്നു. അപ്പൊ അത് 1 കിലോ ആണെന്ന് എങ്ങനെയാ മനസ്സിലാക്കുക? അത് ഭയങ്കര ഒരു കണ്ടുപിടുത്താണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. അത് പ്രകാരമാണ് ഇവരുടെ കച്ചവടം വളരെ നന്നായിട്ട് നടന്നിട്ടുണ്ടാവുക. അപ്പോൾ ഇതിന്റെ തൂക്കക്കട്ടികൾ 2ന്റെ ഗുണിതങ്ങളായിട്ടുള്ള, അതായത് 2, 4, 6, 8 തുടങ്ങിയിട്ടുള്ള കിലോഗ്രാമിലുള്ള തൂക്കക്കട്ടികൾ നമ്മൾ കണ്ടെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം പണ്ട് ത്രാസ് ഉള്ള കാലഘട്ടത്തിൽ നമ്മൾ കടകളിലൊക്കെ ത്രാസ് കാണുമായിരുന്നു അല്ലേ. ആ സമയത്തുള്ള തൂക്കക്കട്ടികൾ, ഇതേപോലെയുള്ള തൂക്കക്കട്ടികൾ എത്രയോ വർഷക്കണക്കിന് മുന്നേ നമ്മുടെ ഹാരപ്പൻ സംസ്കാരത്തിലുള്ള ജനത കണ്ടെടുത്തിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് നമുക്ക് അതിനകത്ത് പറയാനുള്ളത്, അപ്പോൾ കരകൗശല വസ്തുക്കൾ അവർ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ കരകൗശല വസ്തുക്കൾ എന്ന് പറയുമ്പോൾ ഞാൻ ഇതിനെ പ്രത്യേകം മെൻഷൻ ചെയ്യാൻ കാരണം, ഹാരപ്പൻ ജനതയുടെ കാലഘട്ടത്തിൽ അവർ നടത്തിയ കൈവേലകളും കലകളും ഒക്കെ എന്തൊക്കെയായിരുന്നു സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനാണ് ഞാൻ ഇത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഹാരപ്പയിൽ നിന്ന് ലഭിച്ച മുദ്രകള്, പിന്നെ കളിമൺ രൂപങ്ങള്, മൺപാത്രങ്ങള് തുടങ്ങിയവയൊക്കെ അവരുടെ കരവിരുതിന് അല്ലെങ്കിൽ അവരുടെ പിന്നെ മഹത്തായ കലാരൂപങ്ങൾക്കും അല്ലെങ്കിൽ അവരുടെ കഴിവിനും വൈദഗ്ധ്യത്തിനും ഒക്കെ തെളിവാണ്. അപ്പൊ നമുക്ക് പറയാം, ആദ്യം നമുക്ക് എന്താ മൺപാത്ര നിർമ്മാണത്തെ എടുക്കാം. മൺപാത്ര നിർമ്മാണം, ഇവര് മൺപാത്രങ്ങൾ ഇന്നും നമ്മൾ മൺപാത്രം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള സത്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു മാറ്റവും ഇല്ല. എത്രയോ കാലം നിലനിൽക്കുന്ന ഓട്ടുപാത്രങ്ങളും മൺപാത്രങ്ങളും ഇഷ്ടിക കൊണ്ട് ഉപയോഗിച്ചിട്ടുള്ള പല വസ്തുക്കളും നമ്മൾ ഇന്നും നിലനിൽക്കുന്നുണ്ട് നമ്മുടെ കാലഘട്ടത്തിലും. അപ്പോൾ മൺപാത്രങ്ങൾ ഇവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. മൺപാത്രങ്ങളുടെ പ്രത്യേകതകൾ കൂടി പറഞ്ഞുതരാം. ചൂളകളുടെ അവശിഷ്ടങ്ങൾ നമ്മൾ കണ്ടെടുത്തിട്ടുണ്ട്. ചൂള എന്ന് പറഞ്ഞാൽ എന്താണ് ഇല്ലേ? ഇത് ചൂടാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കൂടുതൽ ഈട് നിൽക്കും അല്ലേ. നമ്മുടെ മൺപാത്രങ്ങളൊക്കെ ചൂടാക്കി കഴിയുമ്പോൾ കൂടുതൽ ഈട് നിൽക്കും. അതുപോലെ ഇഷ്ടിക എന്ത് ചെയ്യാണ്? നമ്മൾ ചൂളയിലിട്ട് ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് കാലം ഈട് നിൽക്കും. ഇതൊക്കെയുള്ള ഐഡിയാസ് ഇവർക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? വിദ്യാഭ്യാസമില്ല, സ്കൂളിൽ പോയിട്ടില്ല, കാര്യമായിട്ടുള്ള ഒരറിവും അവർക്കില്ല, പുസ്തകങ്ങൾ കാര്യമായിട്ടൊന്നും അവർ വായിച്ചിട്ടില്ല, അവർ എഴുതിയിട്ടില്ല, അവർ ജീവിച്ച് തന്നെ ജീവിതങ്ങളിലൂടെ പഠിച്ചെടുത്തായിരിക്കും അല്ലേ. അപ്പോൾ ചൂളകളുടെ അവശിഷ്ടങ്ങൾ നമ്മൾ ധാരാളമായിട്ട് കണ്ടെടുത്തിട്ടുണ്ട്. മൺപാത്ര നിർമ്മാണത്തെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേപോലെ മൺപാത്രങ്ങളിൽ പൊതുവെ ചെറിയ തരത്തിലുള്ള ചിത്രകലകൾ അല്ലെ ചിത്രരൂപങ്ങൾ ഈ കാലഘട്ടത്തിൽ സുലഭമായിട്ട് കണ്ടെടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു മൺപാത്രത്തിന്റെ സൈഡിലും വക്കിലും ഒക്കെ നല്ല മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ നമ്മൾ കണ്ടെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ചിത്രങ്ങളുള്ള പാത്രങ്ങൾ നമ്മൾ എവിടുന്ന് കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ അത് എന്ത് മനസ്സിലാക്കും? എവിടുന്ന് കുഴിച്ചെടുക്കുമ്പോൾ നമ്മൾ ലഭിച്ചാലും ഇത് ഹാരപ്പൻ സംസ്കാരവുമായിട്ട് ബന്ധമുള്ള ഒരു മൺപാത്രമായിരിക്കണം എന്ന് നമ്മൾ ചിന്തിക്കും. കാരണം ഓരോ കാലഘട്ടത്തിനും ഓരോ ട്രെൻഡ് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ മൺപാത്രങ്ങളിൽ സസ്യങ്ങളുടെയും പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? രൂപങ്ങളൊക്കെ നമ്മൾ ചിത്രങ്ങളായിട്ട് കണ്ടെടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഹാരപ്പൻ മൺപാത്രങ്ങൾക്ക് പൊതുവെ കറുപ്പ് ചുവപ്പ് നിറങ്ങളായിരുന്നു. അന്നത്തെ മൺപാത്രങ്ങൾക്ക് കറുപ്പ് ചുവപ്പ് നിറങ്ങളായിരുന്നു. ഇതെങ്ങനെയാണ് അങ്ങനെ അവരാക്കിയെടുക്കുക? കറുപ്പ് കളർ കൊടുക്കുകയാണോ, ചുവപ്പ് കളർ കൊടുക്കുകയാണോ എന്നൊക്കെയുള്ളതൊക്കെ നിങ്ങളുടെ ചിന്തക്ക് വിടുകയാണ്.
പിന്നെ നെക്സ്റ്റ് അവരുടെ ശില്പകലയും കൊത്തുപണിയും, അതും കൂടി നമ്മൾ ഇതിന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. എൻ്റെ ഹെഡിങ് കൊടുക്കുക, മൺപാത്ര നിർമ്മാണം, ശില്പകലയും കൊത്തുപണികളും. എങ്ങനെയൊക്കെയായിരുന്നു ഇവർ ശില്പങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു? അന്നത്തെ കാലഘട്ടമാണ്. രൂപങ്ങൾ നിർമ്മിക്കുക, അല്ലെങ്കിൽ കളിമണ്ണ് കൊണ്ട് പല രൂപങ്ങൾ നിർമ്മിച്ചിട്ട് മനോഹരമാക്കി വെക്കുക, പ്രതിമകൾ നിർമ്മിക്കുക, ഇതൊക്കെയായിരുന്നു. പിന്നെ നമ്മുടെ വാതിലുകളിൽ, കൊട്ടാരങ്ങളിൽ, പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ നല്ല രീതിക്ക് നമ്മൾ പള്ളികളിലൊക്കെ, ക്രിസ്ത്യൻ പള്ളികളിലൊക്കെ നിങ്ങൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, മനോഹരമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, പിന്നെ വരച്ച് ചുമരുകളിലും പിന്നെ നമ്മുടെ മേൽക്കൂരയിലൊക്കെ വളരെ മനോഹരമായിട്ട് ചിത്രങ്ങൾ വരച്ച് വെച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള കുറേ മാതൃകകൾ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ, ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ കാലഘട്ടത്തിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതുകൂടാതെ വെങ്കലം, കളിമണ്ണ് എന്നിവയൊക്കെ ഉപയോഗിച്ചു കൊണ്ടായിരുന്നു ഇവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, പ്രതിമകൾ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ പ്രതിമകൾ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത് വെങ്കലവും കളിമണ്ണും ഒക്കെ ഉപയോഗിച്ചിട്ടായിരുന്നു. അതുകൂടാതെ ഹാരപ്പൻ സംസ്കാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കലാശില്പം എന്ന് പറയുന്നത് നൃത്തം ചെയ്യുന്ന ഒരു നർത്തകിയുടെ കലാരൂപമാണ്. നൃത്തം ചെയ്യുന്ന ഒരു നർത്തകിയുടെ രൂപമാണ് ഹാരപ്പൻ സംസ്കാരത്തിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള കലാരൂപമായിട്ട് നമുക്ക് പറയാൻ സാധിക്കാം. അതായത് അന്നത്തെ കാലഘട്ടത്തിൽ ഒരു നൃത്തം എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലാതെ ഒരു നൃത്തം ചെയ്യുന്ന ഒരു ചിത്രം, ഒരു പ്രതിമ ഉണ്ടാക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? ഇല്ല അല്ലേ. അവരത് കാണുന്ന കാര്യങ്ങളായിരിക്കും അവർ ചെയ്തു വെച്ചിട്ടുണ്ടാവുക, അവർ വരച്ച് വെച്ചിട്ടുണ്ടാവുക. പൂക്കളെ അവർ കാണുന്നു, സസ്യങ്ങളെ അവർ കാണുന്നു, പിന്നെ ആകാശം അവർ കാണുന്നു, പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ജീവികളെ അവർ കാണുന്നു. ഇതൊക്കെ ആയിരിക്കും അവർ കാണുന്നതായിരിക്കും അവർ വരച്ച് വെച്ചിട്ടുണ്ടാവുക. അതേപോലെ അന്നത്തെ കാലഘട്ടത്തിൽ മനോഹരമായിട്ടുള്ള ഒരു നർത്തകിയുടെ, നൃത്തം ചെയ്യുന്ന നർത്തകിയുടെ, അല്പവസ്ത്രധാരിയായിട്ടുള്ള ഒരു നർത്തകിയുടെ ചിത്രം നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ലഭിച്ചിട്ടുണ്ട്. അതുകൂടാതെ മോഹൻജദാരോയിൽ നിന്ന് കണ്ടെത്തിയ മറ്റൊരു പ്രതിമ എന്ന് പറയുന്നത് യോഗാസനത്തിൽ ഇരിക്കുന്ന ഒരു യോഗിയുടെ പ്രതിമ നമ്മൾ അന്നത്തെ കാലഘട്ടത്തിൽ കണ്ടെടുത്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് കാളവണ്ടികൾ, വെങ്കലത്തിൽ തീർത്ത ഒരുപാട് കാളവണ്ടികൾ, അതാണ് നമ്മൾ പറഞ്ഞ ടെറാക്കോട്ട മോഡലുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഹാരപ്പൻ കാലഘട്ടത്തിൽ ലഭിച്ചിട്ടുണ്ട്. ഇതും അവിടുത്തെ ശില്പകലയ്ക്കുള്ള വലിയൊരു പിന്നെ ഉദാഹരണങ്ങളാണ്. പിന്നെ അതുകൂടാതെ ധാരാളം കളിമൺ രൂപങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് പക്ഷി മൃഗാദികളുടെ ഒരുപാട് ചിത്രങ്ങൾ, പിന്നെ ഒരു മൃഗത്തിൻ്റെ ചിത്രങ്ങൾ, മൃഗങ്ങളുടെ ഒരുപാട് ശില്പങ്ങൾ, പിന്നെ സ്ത്രീ പുരുഷന്മാരുടെ ശില്പങ്ങൾ, ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അന്നത്തെ കാലഘട്ടത്തിൽ ലഭിച്ചിട്ടുണ്ട്. ആ ഒരു നഗ്നയായിട്ടുള്ള സ്ത്രീയുടെയും പുരുഷന്റെയും ചിത്രങ്ങൾ, അതായത് അതുവരെ ദൈവത്തിൽ വിശ്വസിച്ചിരുന്ന, അല്ലെങ്കിൽ ദൈവം എന്നുള്ളൊരു കൺസെപ്റ്റ് എത്തിയിട്ടില്ല. പിന്നീടാണ് എന്ത് ചെയ്തത്, ദൈവത്തിൻ്റെയും ദേവതമാരുടെയും ഒക്കെ ചിത്രങ്ങളും ഒക്കെ കടന്നു വരുന്നത് പിന്നീട് എത്രയോ കാലത്തിന് ശേഷമാണ്. അപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ അവർ കാണുന്ന യൂറോപ്യൻ കൺട്രീസിലൊക്കെ എത്രയോ മുൻപേ ആളുകൾ, മനുഷ്യന്മാർ ജീവിച്ചിട്ടുണ്ട്. അവർ നല്ല രീതിയിൽ ബെറ്റർ ആയിട്ട് ജീവിക്കുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ ഇന്ത്യയിൽ എന്ത് മനുഷ്യൻ ഉത്ഭവിക്കുന്നതും തുടങ്ങുന്നതും ഒക്കെ. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ എന്താണോ മുന്നിൽ കാണുന്നത് അത് വളരെ ഭംഗിയായിട്ട് കൊത്തിവെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ശില്പകല എന്ന് പറയുന്നത് നമുക്ക് വളരെ എടുത്തു പറയാൻ പറ്റുന്ന മറ്റൊരു ഘടകമാണ്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ആഭരണ നിർമ്മാണം. അത് നേരത്തെ നമ്മൾ പറഞ്ഞു, ഇവർ ചുവന്ന മാണിക്യം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, ചെമ്പ്, സ്വർണ്ണ നാണയമൊക്കെ ഉപയോഗിച്ചിട്ട് ഇവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ആഭരണങ്ങളും മറ്റ് വസ്തുക്കളൊക്കെ ഇവർ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ലോത്തലിൽ നിന്ന് കണ്ടെത്തിയ മുത്ത് നിർമ്മാണ കേന്ദ്രത്തിന്, അതായത് മുത്തുകൾ കൊണ്ട് കുറേ വസ്തുക്കൾ നിർമ്മിക്കുന്ന ഒരു കേന്ദ്രം അവിടെ ഉണ്ടായിരുന്നു ലോത്തലിൽ. അതിനൊക്കെ തെളിവുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഇവർ വളരെ കൃത്യമായിട്ടുള്ള ഒരു സ്ട്രക്ചറിലായിരുന്നു ഇവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് മുത്ത് നിർമ്മാണ, ചാൻപുതാര നേരത്തെ പറഞ്ഞു അല്ലേ. അപ്പോൾ അതേപോലെ മുത്ത് നിർമ്മാണ കേന്ദ്രങ്ങൾ ലോത്തൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. പിന്നെ ഇവർ വീടുകൾ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. അതും ഒരു നിർമ്മാണ കല തന്നെയാണ്. കളിമണ്ണ് ഉപയോഗിച്ച് വീടുകൾ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നമുക്ക് എന്ത് പറയാം, ഈ ഒരു കാലഘട്ടത്തിൽ ഹാരപ്പൻ സംസ്കാരത്തിന്റെ കാലഘട്ടത്തിലെ പിന്നെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ, അവർ നടത്തുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് ഉദാഹരണമായിട്ട് പറയാം. അപ്പൊ ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് അവരുടെ മതത്തെക്കുറിച്ച് പറയാനുണ്ട്, അവരുടെ നഗര നിർമ്മാണത്തെക്കുറിച്ച് പറയാനുണ്ട്. ഈ നഗര നിർമ്മാണത്തിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും A to Z ആയിട്ട് പറയാൻ പോകുന്നത്. അതായത് നഗര നിർമ്മാണത്തിലൂടെ, അല്ലെങ്കിൽ നഗരാസൂത്രണ പദ്ധതി നിർബന്ധമായിട്ടും ഒരു ക്വസ്റ്റ്യൻ, ഒരു എക്സാമിന് ഉണ്ടായിരിക്കണം. അതാണ് ഹാരപ്പൻ സംസ്കാരത്തിലെ ടൗൺ പ്ലാനിങ്, അല്ലെങ്കിൽ നഗരാസൂത്രണം എന്ന് പറയുന്ന പോർഷൻ. അതിനകത്ത് നമ്മൾ ഇവരുടെ പ്രധാനപ്പെട്ട നഗര കേന്ദ്രങ്ങൾ ഏതൊക്കെയായിരുന്നു, ഇവരുടെ മതത്തെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്, ഇവരുടെ വീട് നിർമ്മാണത്തെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ അന്നത്തെ കാലത്തിലെ പ്രധാന നിർമ്മിതി നമ്മൾ നേരത്തെ പറഞ്ഞ മഹത്തായ കുളം, അഴുക്കുചാൽ പദ്ധതി. അഴുക്കുചാൽ പദ്ധതി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഇന്നും നമ്മുടെ റോഡിന്റെ സൈഡിൽ നിങ്ങൾക്കറിയാം അഴുക്കുചാലുകൾ ഉണ്ട് അല്ലേ, മൂടി വെച്ച അഴുക്കുചാലുകൾ. ഇതിനേക്കാളും ഭംഗിയുള്ള, ഇതിനേക്കാളും പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു അഴുക്കുചാൽ പദ്ധതി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഹാരപ്പൻ സംസ്കാരത്തിന്റെ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇത്ര ശുചിത്വത്തിന് ഇത്ര പ്രാധാന്യം കൊടുത്ത ഒരു ജനതയെ നമുക്ക് ഇന്ത്യൻ ചരിത്രത്തിൽ വേറെ കാണാൻ സാധിക്കില്ല.
കാരണം വീടുകളിൽ നിന്ന് വരെ തെരുവോര എല്ലാ സ്ഥലത്തും അഴുക്കുചാലുകളുണ്ട്. തെരുവോരങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന അഴുക്കുചാലുകൾ ഓരോ വീടുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതായത് ഓരോ വീട്ടിൽ നിന്നും അഴുക്കുചാലുകൾ ഉണ്ടാവും, അത് തെരുവിലേക്കുള്ള അഴുക്കുചാലുമായിട്ട് കണക്ട് ചെയ്യും. അതായത് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു അഴുക്കുചാല് തെരുവോരങ്ങളിലെ അഴുക്കുചാലുമായിട്ട് കണക്ട് ആയിരുന്നു. അതും എന്തായാലും ഇവിടുത്തെ ഉള്ള മലിനജലമൊക്കെ അത് വഹിച്ച് കൊണ്ടുപോയിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് അത് നിക്ഷേപിക്കുമായിരുന്നു. അപ്പൊ ഇത്രയും ടെക്നിക്കൽ പരമായിട്ടുള്ള സിമെന്റ് കട്ടയും ഒന്നും കണ്ടെടുക്കാത്ത കാലഘട്ടത്തിൽ വെറും ചുണ്ണാമ്പൊക്കെ ഉപയോഗിച്ച് ഒരു ലീക്കേജും ഇല്ലാതെ നിർമ്മിച്ചെടുത്ത മഹാകുളവും അഴുക്കുചാൽ പദ്ധതിയൊക്കെ നമുക്ക് ഇന്നും വിസ്മയത്തോടെ നോക്കിക്കാണാൻ സാധിക്കുന്ന ഒരു ഹാരപ്പൻ സംസ്കാരത്തിന്റെ ഒരു നിർമ്മിതി തന്നെയാണ്. ഇനി നമ്മൾ ഹാരപ്പൻ സംസ്കാരത്തിന്റെ ഏറ്റവും പ്രധാന സവിശേഷതയായിട്ടുള്ള നഗരാസൂത്രണത്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. അപ്പോൾ ഹാരപ്പൻ സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ സവിശേഷതയായിട്ടുള്ള നഗരാസൂത്രണം, ആ നഗരാസൂത്രണത്തിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മോഹൻജദാരോ എന്ന് പറയുന്ന സ്ഥലത്തെ നഗരാസൂത്രണത്തെ കുറിച്ചിട്ടാണ്. മോഹൻജദാരോ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം മരിച്ചവരുടെ കുന്ന് എന്നാണ്. അപ്പോൾ ഇനി നമ്മൾ ഇന്നത്തെ നമ്മുടെ കോഴിക്കോട് സിറ്റി അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുള്ള നിങ്ങളുടെ നാട്ടിലുള്ള ഏതെങ്കിലും സിറ്റി അതിന്റെ പ്രത്യേകതകൾ അതേപോലെയാണ് നിങ്ങൾ മോഹൻജദാരോയുടെ പ്രത്യേകതകൾ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. മോഹൻജദാരോയിലെ നഗരത്തെ പ്രധാനമായിട്ടും രണ്ടായിട്ട് ഇവർ തരംതിരിച്ചിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ജനങ്ങൾ രണ്ടായി തരംതിരിക്കുന്നു. ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് കോട്ട എന്ന് പറയുന്ന അഥവാ സിറ്റാഡൽ അല്ലെ കോട്ട എന്ന് പറയുന്ന ഭാഗവും, രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് കീഴ്പട്ടണം അഥവാ ലോവർ സിറ്റി എന്ന് പറയുന്ന മറ്റൊരു ഭാഗവും. അപ്പൊ എങ്ങനെയാണ് കോട്ട, എങ്ങനെയാണ് ലോവർ സിറ്റി? നിങ്ങൾ രണ്ടായിട്ട് ചിന്തിക്കുക. കോട്ട എന്ന പേരിൽ തന്നെ ഉണ്ട്. പ്രധാനപ്പെട്ട കെട്ടിടങ്ങൾ ഉൾപ്പെടുന്ന ഉയർന്ന ഭാഗത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു? കോട്ട എന്ന് പറയുന്നു. താഴ്ന്ന ഭാഗത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ലോവർ സിറ്റി അഥവാ കീഴ്പട്ടണം എന്ന് പറയുന്നു. നിങ്ങളൊരു സ്റ്റെപ്പ് മാതൃകയിൽ എടുക്കുക, ഇങ്ങനെ എടുക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ ഉയർന്ന കോട്ട ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത് വലിയ ഭരണപരമായിട്ടുള്ള കെട്ടിടങ്ങൾ, പ്രധാനപ്പെട്ട ഇവരുടെയൊക്കെ ഇവര് ഉണ്ടാക്കുന്ന വസ്തുക്കൾ, അതുകൂടാതെ ഇവരുടെ കൃഷിയുടെ ഉൽപ്പന്നങ്ങൾ, ഇതൊക്കെയാണ് ഇവിടെ ഭദ്രമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. ഈ രണ്ടാമത്തെ കീഴ്പട്ടണം എന്ന് പറയുന്ന ഈ മറ്റൊരു ഭാഗത്തെയാണ് ജനങ്ങളും അവരുടെ കൃഷിയിടങ്ങളും പ്രജകളും ഒക്കെ താമസിച്ചിട്ടുണ്ടായിരുന്നത് അവിടെയാണ്. അവിടെ ഏത് ഭരണ സിസ്റ്റമാണ് അല്ലെങ്കിൽ രാജാവിന് കീഴിലായിരുന്നു ഒന്നും നമുക്ക് അറിയില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പറയുന്നത് കോട്ടയുടെ പ്രത്യേകതകളാണ്. കോട്ടയുടെ പ്രത്യേകതകൾ പറയുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്ത് പോരുക. നമുക്ക് വീഡിയോ അധികം നീണ്ടു പോകാനും പാടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ പോയിന്റ് ആയിട്ടാണ് ടീച്ചർ പറയാൻ പോകുന്നത്. അപ്പൊ കോട്ടയുടെ പ്രത്യേകത അഥവാ സിറ്റാഡൽ, ആ ഉയർന്ന ഭാഗത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നഗരത്തിന്റെ ഉയർന്ന പ്രതലത്തിലാണ്, ഉയർന്ന ഭാഗത്താണ് നമ്മുടെ ഈ ഒരു കോട്ട എന്ന് പറയുന്ന ഭാഗം സ്ഥിതി ചെയ്യുന്നത്. രണ്ടാമത്തത് നഗരത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്താണ് ഈ ഭാഗം സ്ഥിതി ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് എസ് ഒക്കെ എഴുതാൻ നിങ്ങൾക്ക് ഈ പോയിന്റ് വളരെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്താൽ മാത്രം മതി, നിങ്ങൾക്ക് അതേപോലെ പഠിക്കാം. പിന്നെ അതേപോലെ ഭരണപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള വലിയ കെട്ടിടങ്ങളായിരുന്നു ഈ പറയുന്ന കോട്ടയിൽ സ്ഥിതി ചെയ്തിട്ടുണ്ടായിരുന്നത്, പ്രധാനപ്പെട്ട കെട്ടിടങ്ങള്. പിന്നെ കലവറ, ധാന്യപ്പുര, പിന്നെ മഹത്തായ കുളിപ്പുര തുടങ്ങിയവയായിരുന്നു ഈ കോട്ട ഭാഗത്ത് സ്ഥിതി ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കീഴ്പട്ടണത്തെക്കാൾ, അതായത് താഴത്തെ ജനങ്ങളൊക്കെ താമസിച്ചിരിക്കുന്ന കീഴ്പട്ടണത്തെക്കാൾ ചെറുതായിരുന്നു കോട്ട എന്ന് പറയുന്ന ഭാഗം. ഓക്കെ, പിന്നെ കോട്ടകൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? വളരെ വലിയ ഭിത്തികൾ കിട്ടി കീഴ്പട്ടണത്തിൽ നിന്നും സംരക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ജനങ്ങളിൽ നിന്നും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? കോട്ട ഭാഗം, അവരുടെ പ്രധാന കെട്ടിടങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്ന ഭാഗം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? നല്ല രീതിയിൽ കോട്ട ഭിത്തികളൊക്കെ കിട്ടിയിട്ട് സംരക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ കൂടാതെ ഈ കോട്ടയിലുള്ള ഈ കോട്ടയിലുള്ള കെട്ടിടങ്ങൾ സ്ഥിതി ചെയ്തിരുന്നത് ഏറ്റവും ഹൈലൈറ്റ് ആണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. കോട്ടയിലുള്ള കെട്ടിടങ്ങൾ സ്ഥിതി ചെയ്തിട്ടുണ്ടായിരുന്നത് പ്ലാറ്റ്ഫോമുകളിലാണ്. പ്ലാറ്റ്ഫോമുകൾ എന്ന് പറഞ്ഞാൽ എന്താ? ഉയർത്തി നിർമ്മിച്ച പ്ലാറ്റ്ഫോമുകൾ. നമ്മുടെ ഇന്റർലോക്ക് ഒക്കെ ഒന്ന് ആലോചിക്കുക. ഈ പ്ലാറ്റ്ഫോമുകൾ അവർ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത് ഇഷ്ടികകൾ ഉപയോഗിച്ചായിരുന്നു. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഇടം എങ്ങനെയാണോ കൊണ്ടു നടക്കുക അതേപോലെയായിരുന്നു ഇവര് കോട്ട ഭാഗത്തെ ഇവര് കൊണ്ടു നടന്നിട്ടുണ്ടായിരുന്നത്. അത് ഇഷ്ടികകളൊക്കെ കെട്ടി നമ്മുടെ പ്ലാറ്റ്ഫോമുകളിലാണ് ഇവര് കെട്ടിടങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. പ്ലാറ്റ്ഫോമുകൾ ഇഷ്ടിക കൊണ്ടാണ് നിർമ്മിച്ചത്. അപ്പൊ കോട്ടയുടെ പ്രത്യേകത നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് കീഴ്പട്ടണത്തിന്റെ അഥവാ ലോവർ സിറ്റിയുടെ പ്രത്യേകതകളാണ്. ലോവർ സിറ്റിയുടെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻജദാരോയിലെ നഗരത്തിലെ താഴ്ന്ന ഭാഗത്തെയാണ് നമ്മൾ കീഴ്പട്ടണം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ട് നമുക്ക് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി റിപ്പീറ്റ് പറയാം. കോട്ടയേക്കാൾ വലുതായിരുന്നു കീഴ്പട്ടണം എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ? അതേപോലെ തന്നെ കോട്ട ചെറുതായിരുന്നു കോട്ടയേക്കാൾ വലുതായിരുന്നു കീഴ്പട്ടണം എന്ന് പറയുന്നത്. പിന്നെ സാധാരണക്കാർക്ക് താമസിക്കാനുള്ള വീടുകൾ സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു നമ്മുടെ കീഴ്പട്ടണം എന്ന് പറയുന്ന ഭാഗത്താണ്. അതുകൂടാതെ വ്യാപാര പ്രവർത്തനങ്ങള്, കരകൗശല നിർമ്മാണ കേന്ദ്രങ്ങള്, കൃഷി തുടങ്ങിയവയൊക്കെ എവിടെയായിരുന്നു? ഈ മോഹൻജദാരോ എന്ന് പറയുന്ന നഗരത്തിന്റെ
കീഴ്പട്ടണത്തിന്റെ ഭാഗത്തായിരുന്നു. ഈ കീഴ്പട്ടണവും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഭിത്തി കെട്ടിയിട്ട് സംരക്ഷിച്ചിട്ടുണ്ടായിരുന്നു. മറ്റു ഭാഗങ്ങളിൽ നിന്ന് ഭിത്തി കെട്ടി സംരക്ഷിച്ചിട്ടുണ്ടായിരുന്നു മോഹൻജദാരോയിലെ കീഴ്പട്ടണവും. ഓക്കെ, പിന്നെ അത് കൂടാതെ ലോവർ സിറ്റി പണിതത് ഗ്രിഡ് മാതൃകയിലാണ്. അത് നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചു വെച്ചോളൂ. ഗ്രിഡ് മാതൃകകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മട്ടകോൺ മാതൃകയാണ്. അപ്പോൾ ആ ഒരു രീതിക്കായിരുന്നു ഇവർ പണിതിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കോണ് എന്നുള്ള ഭാഗത്ത്, നമ്മുടെ ഈ കോൺ ഭാഗത്താണ് കോട്ട ഭാഗം വരിക. ബാക്കി കുറച്ചും കൂടി വിശാലമായിട്ടുള്ള സ്ഥലങ്ങളാണ് നമ്മുടെ ജനങ്ങൾ താമസിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത്. ജനങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ, സാമ്പത്തിക പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ഈ ഒരു കീഴ്പട്ടണത്തിൽ വെച്ചിട്ടായിരുന്നു. അവരുടെ തെരുവോരങ്ങൾ, അവരുടെ കച്ചവട കേന്ദ്രങ്ങളൊക്കെ ഈ കീഴ്പട്ടണത്തിലായിരുന്നു. പിന്നെ അതുകൂടാതെ ഇവിടെ കൃത്യമായ റോഡുകൾ ഉണ്ടായിരുന്നു. റോഡുകൾ എന്ന് വെച്ചാൽ ഇന്നത്തെ പോലെ ടാറിട്ട റോഡുകളാണോ? അല്ല, മൺപാതകൾ, വളരെ കൃത്യമായിട്ടുള്ള റോഡുകൾ ഈ കീഴ്പട്ടണത്തിൽ ഉണ്ടായിരുന്നു. പിന്നെ അത് കൂടാതെ വളരെ പ്രഗത്ഭരായിട്ടുള്ള, ആരൊക്കെയോ ചേർന്ന് നിർമ്മിച്ച വളരെ കൃത്യവും നൂതനവുമായിട്ടുള്ള അഴുക്കുചാൽ പദ്ധതി ഈ ഒരു തെരുവോരങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അത് ഭയങ്കര ഹൈലൈറ്റ് ആണ്. കാരണം ഈ ഓരോ റോഡിനും അതിൻ്റെ എല്ലാ ഇരുവശത്തും എന്ത് ചെയ്തിട്ടുണ്ട്? ഇവര് അഴുക്കുചാൽ പദ്ധതി അല്ലെ അഴുക്കുചാലുകൾ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ കോട്ടയുടെ പ്രത്യേകതയും പറഞ്ഞു, നമ്മുടെ കീഴ്പട്ടണത്തിന്റെ പ്രത്യേകതകളും പറഞ്ഞു. അപ്പോൾ അതെന്തൊക്കെയാണെന്നൊന്നും കൂടി റിപ്പീറ്റ് അടിച്ച് കേൾക്കുക. ഇത് തന്നെയാണ് നിങ്ങൾ എസ്എ ടൈപ്പിന് നിങ്ങൾ എഴുതേണ്ടത്. ഇനി നമ്മൾ ഈ കോട്ടയിലെ പ്രധാന കെട്ടിടങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നാണ് പറയാൻ പോകുന്നത്. കോട്ടയിലെ പ്രധാന കെട്ടിടങ്ങൾ എന്തൊക്കെയായിരുന്നു നമുക്ക് പറയാം. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ, ധാന്യപുര, പിന്നെ അതുപോലെ മഹത്തായ കുളിപ്പുര. ഇതൊക്കെയാണ് കോട്ടയിൽ പ്രധാനമായിട്ടുണ്ടായിരുന്ന കെട്ടിടങ്ങൾ എന്ന് പറയുന്നത്. ഭരണപരമായിട്ടുള്ള കെട്ടിടങ്ങളാണ് കോട്ടയിൽ സ്ഥിതി ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പൊ അത് കൂടാതെ പിന്നെ ഇവരുടെ അഴുക്കുചാൽ പദ്ധതിയെ കുറിച്ചും കൂടി നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. അതുകൂടാതെ ഇവരുടെ വീടുകളെ കുറിച്ചിട്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ ചർച്ച ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ഇനി പറയാൻ പോകുന്നത് എന്തൊക്കെയാണ് അവിടുത്തെ കലവറ, കോട്ടയിലെ പ്രധാന കെട്ടിടങ്ങളായിട്ടുള്ള കലവറ, പിന്നെ അതേപോലെ മഹത്തായ കുളിപ്പുരയുടെ ഒക്കെ പ്രത്യേകതകൾ എന്നാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പൊ കലവറയുടെ പ്രത്യേകതകൾ. കലവറ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എല്ലാ വീടുകളിലും, പണ്ടത്തെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്നു അല്ലെ, ആ വലിയ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന സ്ഥലം. അതേപോലെ തന്നെയാണ് ജനങ്ങളുടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന സ്ഥലമാണ് കലവറ അല്ലെങ്കിൽ ധാന്യപുര എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ധാന്യപുരയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ മോഹൻജദാരോയിലെ നഗരത്തിലെ കോട്ട ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതായിരുന്നു ധാന്യപുര. അപ്പൊ നിങ്ങൾക്ക് എന്ത് ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് എഴുതാം. നിങ്ങൾ ആ കോട്ടയുടെ പ്രത്യേകതകളും നിങ്ങളുടെ കീഴ്പട്ടണത്തിന്റെ പ്രത്യേകതകളും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഈ ധാന്യപുരയിൽ അടിഭാഗം, ധാന്യപുര എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിഭാഗം ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ചതായിരുന്നു, മേൽഭാഗം തടി കൊണ്ടുമുള്ളതായിരുന്നു. എന്താണ് മേൽഭാഗം അടിഭാഗം ഇഷ്ടിക കൊണ്ട് നിർമ്മിക്കാൻ കാരണം എന്തായിരിക്കും? ഒരുപാട് കാലം നിലനിൽക്കുന്നതാണ് അല്ലെ. അപ്പൊ ഈ തടിയിൽ പെട്ടെന്ന് എന്ത് ചെയ്യും? ചിതല് കയറും. അപ്പൊ ചിതല് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഈ ധാന്യങ്ങളൊക്കെ അത് തിന്നു തീർക്കും എന്ന് മനസ്സിലാക്കി ഇവരെന്ത് ചെയ്യാണ്? അടിവശം, അത്രയും ബുദ്ധിയുള്ള ആൾക്കാരല്ലേ, അടിവശം ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച് കെട്ടിയെടുത്തിട്ട് ഇവർ മുകളിലേക്ക് എന്ത് ചെയ്യാണ്? തടി കൊണ്ട് നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ അടിഭാഗം ഇപ്പോഴും ബാക്കിയുണ്ട്, ഇപ്പോഴും നമുക്ക് അവശിഷ്ടമായിട്ട് കാണാൻ പറ്റും. മേൽഭാഗം തടി ഭാഗമൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? നശിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ധാന്യപുരയുടെ പ്രത്യേകതകൾ പറഞ്ഞു. ഇവരുടെ വില പിടിപ്പുള്ള എല്ലാ വസ്തുക്കളും സൂക്ഷിക്കുന്നത് ധാന്യപുരയിലായിരുന്നു. ജനങ്ങളുടെ പ്രധാനപ്പെട്ട നെല്ലുകൾ, അവരുടെ പിന്നെ മറ്റ് അവരുടെ സമ്പാദ്യങ്ങളൊക്കെ സൂക്ഷിക്കുന്നത് ധാന്യപുരയിലായിരുന്നു. പിന്നെ ഇന്ന് നമ്മൾ നെക്സ്റ്റ് പറയുന്നത് മഹത്തായ കുളിപ്പുര. ഇത് എന്തായാലും ക്വസ്റ്റ്യന് സെപ്പറേറ്റ് ആയിട്ടും ചോദിച്ചു കാണാറുണ്ട്. മഹത്തായ കുളിപ്പുര അല്ലെ ഗ്രേറ്റ് ബാത്ത്. എന്താണ് മഹത്തായ കുളിപ്പുര? ഇത് എന്തോ മതപരമായിട്ടുള്ള എന്തോ സംഭവമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതായത് ഇത്രയും വലിയൊരു കുളം, ജനങ്ങൾക്കൊക്കെ കയറി കുളിക്കാനുള്ള ഒരു കുളം, ഇതിനൊരു ആവശ്യമില്ല. അപ്പോൾ അത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു അല്ലെങ്കിൽ മതത്തിന്റെ അനുഷ്ഠാന കലയുമായിട്ടോ അല്ലെങ്കിൽ ഒരു ആചാരമായിട്ടോ ബന്ധപ്പെട്ടതായിരിക്കാം. അപ്പോൾ പിന്നെ നമ്മുടെ കുളിപ്പുര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയാം പ്രാചീന ലോകത്തിലെ ഏറ്റവും പഴയ പ്രാചീന ലോകത്തിലെ തന്നെ ഏറ്റവും പഴയ ജലസംഭരണിയായിട്ട് അറിയപ്പെടുന്നത് നമ്മുടെ ഈ ഒരു ഗ്രേറ്റ് ബാത്ത് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ മഹത്തായ കുളിപ്പുരയാണ്. പിന്നെ ഈ മോഹൻജദാരോയിലെ കോട്ടയിലാണ് ഈ കുളിപ്പുര സ്ഥിതി ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്താണ് കുളിപ്പുര, എങ്ങനെയായിരുന്നു അതിന്റെ ഒരു രൂപീകരണം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഉദാഹരണ സഹിതം പറഞ്ഞു തരണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? പണ്ടത്തെ സിനിമകളിലെ തറവാട് വീടുകൾ സങ്കല്പിക്കുക. തറവാട് വീടുകൾ എങ്ങനെയായിരിക്കും ഇല്ലേ? ചുറ്റും നടുമുറ്റം, സെന്ററിൽ എന്തുണ്ടാവും? ഒരു നടുമുറ്റം ഉണ്ടാവും അല്ലെ. നമ്മൾ തറവാട് പണ്ടത്തെ മാടമ്പി ചിത്രങ്ങളിലൊക്കെ ഫിലിമിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു നടുമുറ്റം ഉണ്ടാവും നടുക്ക്, അതിന് ചുറ്റും എന്തായിരിക്കും? വരാന്ത ഉണ്ടാവും, റൂമുകളും ഉണ്ടാവും. അതേ സിസ്റ്റത്തിലായിരുന്നു അന്നത്തെ കാലഘട്ടത്തിലെ ഗ്രേറ്റ് ബാത്ത് എന്ന് പറയുന്ന മഹത്തായ കുളം നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് കുളം, നടുക്ക് കുളം, അതിന് ചുറ്റും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഓരോ റൂമുകൾ ഉണ്ടായിരുന്നു, ഓരോ കുളിമുറികൾ. ഈ ഒരു കുളം ഏറ്റവും സൂചന നൽകുന്നത് ഇവരുടെ ഒരു ശുചിത്വത്തിലേക്കാണ് കേട്ടോ. ഇവർ അത്രയും പ്രാധാന്യം ശുചിത്വത്തിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു.
ഒരുപാട് മുറികൾ ഈ ഒരു കുളത്തെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നു. കുളത്തിന് ചുറ്റും വരാന്തകൾ ഉണ്ടായിരുന്നു. വരാന്തകളെ ചുറ്റിയിട്ട് ഓരോ റൂമുകൾ ഉണ്ടായിരുന്നു. ആ ഓരോ റൂമിലും ഒരു ബാത്റൂമും ഒരു കിണറും ഉണ്ടായിരുന്നു. ആ കിണർ എന്തിനാണ്? ഈ കുളത്തിലേക്ക് വെള്ളം എത്തിക്കാനായിരുന്നു ഈ ചുറ്റിലും കിണറുകൾ ഉണ്ടായിരുന്നത്. ഓരോ ബാത്റൂമിലും കിണറുകൾ ഉണ്ടായിരുന്നു. പിന്നെ അത് കൂടാതെ ഇവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഈ കുളത്തിലേക്ക് ഇറങ്ങാൻ, നടുവിലാണല്ലേ കുളം, കുളത്തിലേക്ക് ഇറങ്ങാൻ എന്തുണ്ടായിരുന്നു? പടവുകൾ ഉണ്ടായിരുന്നു. സ്റ്റെപ്പുകൾ ഉണ്ടായിരുന്നു. പിന്നെ അത് കൂടാതെ ജലം ചോർന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവര് ചാന്തും ചുണ്ണാമ്പും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? നമ്മുടെ ഇന്ന് സിമന്റ് ഉപയോഗിച്ചിട്ടില്ലേ ജലമൊക്കെ എല്ലാ വീടുകളിലും എല്ലാ റൂമുകളിലും വെള്ളമൊക്കെ ഇറങ്ങി ചോർച്ചയാണ്. അന്നത്തെ കാലഘട്ടത്തിൽ ഇത്രയും വലിയൊരു മഹത്തായ കുളം സംരക്ഷിച്ചിരുന്നത് ചാന്ത് ചുണ്ണാമ്പൊക്കെ ഉപയോഗിച്ചിട്ട് നിലമൊക്കെ നല്ല ക്ലിയർ ആക്കിയിട്ടായിരുന്നു ഇവരെന്ത് ചെയ്തിരുന്നത്? അതിൽ വെള്ളം നിറച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടുന്ന് കുളിച്ചു കഴിഞ്ഞാൽ ആ മലിനജലം ഒഴുകിപ്പോവാൻ വേറൊരു ഭാഗം ഉണ്ടായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു കുഴലിലൂടെ വെള്ളം വരുന്നു, മറ്റൊരു കുഴലിലൂടെ അടിവശത്ത് ഒരു കുഴൽ കൊടുത്തിട്ട് അതിലൂടെ മലിനജലം ഒഴുകിപ്പോകുന്നു. ഇത്രയും സിസ്റ്റമാറ്റിക് ആയിട്ട് അവർ അന്നത്തെ കാലഘട്ടത്തിൽ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അവരെത്ര ഡെവലപ്പായിട്ടുള്ള ആളുകളാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയാം. പിന്നെ അതേപോലെ ഈ ഒരു കുളിപ്പുരയ്ക്ക് നമ്മൾ പറഞ്ഞു, ഈ വലിയൊരു കുളിപ്പുരയ്ക്ക് ചുറ്റും എന്തുണ്ടായിരുന്നു? ഓരോ റൂമുകൾ ഉണ്ടായിരുന്നു. ഓരോ മുറിയിലും ഓരോ വലിയ കിണറുണ്ടായിരുന്നു. പിന്നെ കുളത്തിലേക്ക് ആവശ്യമുള്ള വെള്ളം എടുക്കുന്നത് ഈ കിണറുകളിൽ നിന്നാണ്. കുളത്തിലെ മലിനജലം അഴുക്ക് ചാലുകളിലേക്ക് മലിനജല ചാലുകളിലേക്ക് എന്തിട്ടുണ്ടായിരുന്നു? ഇവർ ഒഴുക്കി വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അഴുക്ക് ചാലിന്റെ ഇമ്പോർട്ടൻസ് കൂടി മനസ്സിലാക്കാം. പിന്നെ ഈ കുളം മതപരമായിട്ടുള്ള ആവശ്യങ്ങൾക്കാണ് നിർമ്മിച്ചതെന്ന് നമ്മൾ വിശ്വസിക്കപ്പെടുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മഹത്തായ കുളിപ്പുരയെ പറ്റി പറയാനുള്ളത്. അപ്പൊ ഇത് പോയിന്റ് ഔട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. അപ്പൊ ഇതിന് കുറേം കൂടി നിങ്ങൾ എഴുതുന്ന സമയത്ത് കുറേം കൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ബുക്ക് നോക്കിയിട്ട് നിങ്ങൾ എഴുതുക. ഓക്കെ. അപ്പൊ നമ്മൾ ഇനി പറയാൻ പോകുന്നത് മോഹൻജദാരോയിലെ ഹരപ്പൻ സംസ്കാരത്തിലെ ഏറ്റവും വലിയ സവിശേഷതയായിട്ടുള്ള അഴുക്കുചാൽ പദ്ധതിയെ കുറിച്ചിട്ടാണ്. അപ്പൊ അഴുക്കുചാൽ പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതിൽ നിങ്ങൾക്ക് ഇൻട്രോ ആയിട്ട് തന്നെ എഴുതാം. മോഹൻജദാരോയിലെ ഏറ്റവും പ്രധാന ഹാരപ്പൻ സംസ്കാരത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയായിട്ടും ശുചീകരണ സംവിധാനമായിട്ടും നമ്മൾ കണക്കാക്കുന്നത് അഴുക്കുചാൽ പദ്ധതിയെയാണ്. അപ്പൊ ഈ അഴുക്കുചാൽ പദ്ധതിയിൽ നമുക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് ഓരോ റോഡുകളിലും എന്തുണ്ടായിരുന്നു? അഴുക്കുചാലുമായിട്ട് ഓരോ റോഡിലും അഴുക്കുചാൽ പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു. അഴുക്കുചാലുകൾ ഉണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ ഇവര് അഴുക്കുചാലോട് കൂടിയ തെരുവുകൾ ഇവർ ആദ്യം നിർമ്മിച്ചു. ഓരോ തെരുവിലും അഴുക്കുചാലുകൾ ഇവർ നിർമ്മിച്ചു. എന്നിട്ട് അതിനോട് ചുറ്റിപ്പറ്റിയിട്ടാണ് ഇവർ വീടുകൾ പോലും നിർമ്മിച്ചത്. അപ്പോൾ ശുചിത്വത്തിന് ഇവർ എത്ര പ്രാധാന്യം കൊടുക്കുന്നുള്ളത് നിങ്ങൾ വളരെ കൃത്യമായിട്ട് ചിന്തിക്കുക. അതുകൂടാതെ കുമ്മായം, ചുണ്ണാമ്പ് കല്ല് എന്നിവയൊക്കെ ഉപയോഗിച്ചിട്ടായിരുന്നു ഇവര് അഴുക്കുചാലുകൾ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ ഏറ്റവും ഇന്നത്തെ കാലഘട്ടത്തിലെ ഒരു അഴുക്കുചാലുമായിട്ട് കണക്ട് ചെയ്യുക കേട്ടോ. പിന്നെ അത് കൂടാതെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഓരോ വീടുകളും അഴുക്കുചാലുകളുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു ഓരോ വീടുകളും അഴുക്കുചാലുകളുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് കൂടാതെ ഇവര് ഈ ഒരു അഴുക്കുചാൽ ഉണ്ടാക്കാൻ വേണ്ടി ഇവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു? ഇഷ്ടികയായിരുന്നു ഇവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. വളരെ കൃത്യമായിട്ടുള്ള ഇഷ്ടിക ഇവർ അടക്കി വെച്ചിട്ട് ഇവർ അഴുക്കുചാലുകൾ നിർമ്മിക്കുകയും അതിന് ഇളക്കി മാറ്റാൻ പാകത്തിലുള്ള മൂടികൾ വെക്കുകയും ചെയ്തു. അടപ്പ് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് കാണാം അഴുക്കുചാലിൽ എന്തായിരിക്കും? മൂടി വെച്ചിട്ടുണ്ടാവില്ല, അല്ലെ സ്മെല്ലടിക്കില്ലേ? അപ്പൊ അതേപോലെ സംവിധാനം അന്നത്തെ കാലഘട്ടത്തിലും വൃത്തിയാക്കാനുള്ള സൗകര്യത്തിനായിട്ട് അവര് അടപ്പുകൾ, ഇഷ്ടിക കൊണ്ടുള്ള അടപ്പുകൾ വരെ ഇവര് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചുട്ട ഇഷ്ടികകൾ ഉപയോഗിച്ചിട്ടായിരുന്നു ഇവർ അഴുക്കുചാലുകൾ നിർമ്മിച്ചത്. അപ്പോൾ ഓരോ വീട്ടിലും ഓരോ തെരുവിലും ഓരോ റോഡിലും ഇതവര് നിർമ്മിച്ചതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ എന്ത് മനസ്സിലാക്കുക? ഇവരുടെ ഒരു ശുചീകരണ പ്രവർത്തനത്തിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഹാരപ്പൻ സംസ്കാരം എന്നത് ചിന്തിക്കുക. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഹാരപ്പൻ സംസ്കാരത്തിലെ വീടുകളെ കുറിച്ചാണ്. അപ്പൊ വീടുകളെ കുറിച്ച് നമുക്ക് കാര്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പറയാനില്ല. അതിനകത്ത് പറയാനുള്ളത് കീഴ്പട്ടണത്തിലാണ്. നമ്മൾ പറഞ്ഞു അല്ലെ നേരത്തെ കോട്ട ഭാഗത്ത് വലിയ കെട്ടിടങ്ങളും കീഴ്പട്ടണത്തില് വീടുകളും, സാധാരണക്കാരുടെ വീടുകൾ സ്ഥിതി ചെയ്യുന്നത് കീഴ്പട്ടണത്തിലായിരുന്നു. ചെറുതും വലുതുമായിട്ടുള്ള വീടുകൾ ആ കാലഘട്ടത്തിൽ കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ ഓരോ വീടിനും മുറ്റം, അതിന് ചുറ്റും മുറികൾ എന്നുള്ള രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പണ്ടത്തെ സിനിമകളിലുള്ള തറവാട് വീടുകൾ അല്ലെ ഹിന്ദുയിസത്തിന്റെ തറവാട് വീടുകൾ നമ്മൾ മനസ്സിൽ കാണാം. നടുമുറ്റം, അതിന് ചുറ്റും എന്താണ്? മുറികളുണ്ട്. അപ്പോൾ ജനലുകളൊന്നും ഇവര് കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല ഇവരുടെ വീടിന്. അപ്പൊ എന്താണ്? ഇവർ പ്രൈവസിക്ക് അത്രയും പിന്നെ പ്രാധാന്യം കൊടുത്തിരുന്ന ആളുകളാണെന്ന് മനസ്സിലാക്കുക. പിന്നെ ഈ മുറ്റത്ത് വെച്ചിട്ടായിരുന്നു, ഈ നടുമുറ്റത്ത് വെച്ചിട്ടായിരുന്നു ഇവരുടെ പാചകവും നെയ്ത്ത് കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യുന്നത് ഈ ഒരു നടുമുറ്റത്ത് വെച്ചിട്ടായിരുന്നു. പിന്നെ കോവണിയുടെ രണ്ടാമത്തെ നില, കോവണിയുടെ അവശിഷ്ടങ്ങൾ നമ്മൾ കണ്ടെടുത്തിട്ടുണ്ട്. അപ്പൊ എന്ത് മനസ്സിലാക്കാം? അന്നത്തെ കാലഘട്ടത്തിൽ എത്രയോ ലക്ഷം വർഷങ്ങൾക്ക് മുൻപേ എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്ക് ഈ കോവണികളുടെ പിന്നെ ഉദാഹരണമൊക്കെ അല്ലെങ്കിൽ പിന്നെ അവശിഷ്ടങ്ങളൊക്കെ നമ്മൾ കണ്ടെടുത്തിട്ടുണ്ട്. അപ്പൊ ചിലപ്പോൾ 2 നില ഉണ്ടായിരിക്കാം എന്നുള്ളതിന് തെളിവായിരിക്കും അല്ലെ?
അപ്പോൾ വീടുകളെ പറ്റി നമ്മൾ പറഞ്ഞു. ഓരോ വീടിനും മുറ്റം, ചുറ്റും മുറികൾ എന്നുള്ള രീതിക്കായിരുന്നു ഉണ്ടായിരുന്നത്. ഈ മുറ്റത്തായിരുന്നു പാചകമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. അഴുക്കുചാലുകൾ ഉണ്ടായിരുന്നു. ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് എഴുതുക. അപ്പം നമുക്ക് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഹാരപ്പൻ സംസ്കാരത്തിന്റെ ചാപ്റ്റർ നമുക്ക് ഇത് മാത്രമാണ് പറയാനുള്ളത്. ഇതിനകത്തൊരു അഡീഷണൽ കാര്യം കൂടി എക്സ്ട്രാ ഉള്ളത്. അപ്പോൾ ഹാരപ്പൻ നാഗരികതയെക്കുറിച്ച് നമ്മൾ വളരെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒപ്പം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ഒന്നാണ് ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ച. എങ്ങനെയാണ് ഹാരപ്പൻ സംസ്കാരം ഇത്ര ഡെവലപ്പായിട്ടുള്ള, എത്രയോ വർഷങ്ങൾ, എത്രയോ നൂറ്റാണ്ടുകൾ നിലനിന്ന നമ്മുടെ ഈ ഒരു സംസ്കാരം എങ്ങനെയാണ് തകർന്നു പോയത്, അതാണ് നമ്മൾ പറയുന്നത്. പോയിന്റ് ആയിട്ട് പറഞ്ഞുതരാം, സിമ്പിളായിട്ട് മനസ്സിലാക്കുക. ഒന്ന്, നദിയുടെ ഗതിമാറ്റം. നദി കുറേ കാലം ജനങ്ങൾ ഇങ്ങനെ ഇതാക്കുമ്പോൾ എന്ത് ചെയ്യും? പ്രകൃതി പ്രതികരിക്കാൻ തുടങ്ങും. നമ്മുടെ ചൂരൽമലയൊക്കെ നമുക്ക് എക്സാമ്പിളായിട്ട് എടുക്കാം. ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങളോട് പ്രത്യേകം പറയേണ്ടതില്ല. അപ്പോൾ വയനാട് ചൂരൽമല അറിയാലോ. അപ്പോൾ അതേപോലെ നദികളുടെ ഗതിമാറ്റം, പിന്നെ കാലാവസ്ഥാ വ്യതിയാനം, ഗോത്രവർഗക്കാരുടെ ആക്രമണം, ഭൂമിയുടെ അമിതോപയോഗം. അതായത് ഇവർ കൃഷിക്ക് വേണ്ടി ഇങ്ങനെ ഉപയോഗിച്ച് ലാസ്റ്റ് എന്ത് ചെയ്തു? എല്ലാം ഇവർക്ക് പ്രതികൂലമായിട്ട് കാലാവസ്ഥയും ക്ലൈമറ്റും ഒക്കെ മാറാൻ തുടങ്ങി. പിന്നെ ആര്യന്മാരുടെ ആക്രമണം. ആര്യന്മാരുടെ ആക്രമണം ശ്രദ്ധിക്കുക. ഈ ആര്യന്മാരുടെ ആക്രമണമാണ് നെക്സ്റ്റ് വിഭാഗത്തെ, അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു സംസ്കാരത്തെ, വേദകാലഘട്ടം എന്നൊരു സംസ്കാരത്തെ ഉയർത്തി ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് ഈ ആര്യന്മാരുടെ ഒരു വരവോട് കൂടിയാണ്. അപ്പോൾ ആര്യന്മാരുടെ ആക്രമണം കാരണം നമ്മുടെ ഹാരപ്പൻ സംസ്കാരം തകർന്നു പോയിട്ടുണ്ട്.